നമസ്കാരം. പല ആൾക്കാർക്കും ഉള്ള ഒരു പ്രധാന പ്രശ്നം ഞാൻ എടുത്ത തീരുമാനം ശരിയാണ്. അത് മറ്റൊരാളോട് ക്രോസ് ചെക്ക് ചെയ്യുമോ അല്ലെങ്കിൽ വേണ്ട, എന്തിനാ വേറെ ആൾ ചോദിക്കുന്നത്, ഞാനാണ് തീരുമാനം, ഞാൻ ഏറ്റവും പെർഫെക്റ്റ് ആണെന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ട്. ഞാൻ പറയാൻ കാര്യം വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റുകളും ഒക്കെ ഇടാൻ തുടങ്ങിയത് കാരണം എനിക്ക് ഒരുപാട് നമ്മുടെ നാട്ടിലെ പ്രശസ്തരായിട്ടുള്ള പല വ്യക്തികളോട് എനിക്ക് കോൺടാക്റ്റ് ഉണ്ട്. അവർ പക്ഷേ ഫോളോവേഴ്സ് ആവണം നിർബന്ധമൊന്നുമില്ല. എന്നാലും പലപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഒരു 10 മിനിറ്റൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ അടുത്തിടയ്ക്ക് അത്യാവശ്യം നല്ല പ്രശസ്തനായ ഒരു വ്യക്തി എന്നെ കോൺടാക്ട് ചെയ്തു. എന്നോട് ചോദിച്ചു, മോഹൻ ഫ്രീ ആണോ? ഞാൻ അന്ന് ഫ്രീ ആണ്, സംസാരിക്കാൻ പറ്റുമോ? ഞാൻ സംസാരിച്ചു. അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു പേഴ്സണൽ ഇഷ്യൂസ് അദ്ദേഹം എന്നോട് പറഞ്ഞു. വളരെ പേഴ്സണലാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, മോഹൻ, ഇത് ഞാൻ എടുത്തൊരു ഡിസിഷൻ ഇങ്ങനെയാണ്, ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ പറഞ്ഞു, സാർ ഞാനിപ്പോൾ എന്ത് പറയാനാണ്, കാരണം നിങ്ങളെപ്പോലും മനുഷ്യന് എടുത്തൊരു ഡിസിഷൻ തെറ്റാണോ ശരിയാണോ, അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമല്ലേ. അങ്ങനെയല്ല മോഹൻ, എനിക്കൊരു അഡ്വൈസ് തരണം. ഞാൻ അഡ്വൈസ് ചെയ്യാനായിട്ടുള്ള പ്രാപ്തിയുള്ള വ്യക്തിയല്ല. അപ്പോൾ പറഞ്ഞില്ല, എനിക്ക് ഇപ്പം ഓൾറെഡി അദ്ദേഹം ഫേമസ് ആയതുകൊണ്ട് വേറെ ആളെടുത്ത് എനിക്ക് ചോദിക്കാൻ താല്പര്യമില്ല. മോഹൻ കുഴപ്പമില്ല, എനിക്കൊരു ഫ്രണ്ട് എന്ന നിലയിൽ ഇത് കേട്ടിട്ട് എന്താ അഭിപ്രായം പറയുന്നത്. ഞാനപ്പം പറഞ്ഞു, ഓക്കെ, ഫ്രണ്ട് എന്ന നില ഞാൻ കേട്ടിട്ട് അഭിപ്രായം പറഞ്ഞാൽ സാർ എടുത്ത ഡിസിഷൻ തെറ്റാണ്, അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത്, അത് പ്രശ്നം, അത് സാറ് അങ്ങനെ ഡിസിഷൻ എടുത്തില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഈ രീതി വഷളാകത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഓക്കെ, താങ്ക് യു, ഞാനത് തിരുത്താം. ഞാൻ പറഞ്ഞതെന്നറിയോ, വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ അദ്ദേഹം എടുത്ത ഒരു തെറ്റ്, അത് ശരിയാണോ തെറ്റാണോ എന്ന് അയാൾ മറ്റൊരാളോട് ക്രോസ് ചെക്ക് ചെയ്യാൻ ശ്രമിച്ചു. അതൊരു പക്ഷേ ആരെങ്കിലും ആയിപ്പോട്ടെ, നമുക്ക് വേണേൽ ക്രോസ് ചെക്ക് ചെയ്യാം, ഫ്രണ്ട്സിനോട് വേണേൽ ചെയ്യാം, അല്ലെ ബന്ധുക്കളോട് ചെയ്യാം, അല്ലെ നല്ല കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാർ വേണേൽ ചെയ്യാം. അത് ചെയ്യാനുള്ളൊരു മനസ്സ്, അതാണ് അയാളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. കാരണം ചില ആൾക്കാരുടെ ഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എടുത്ത തീരുമാനം അല്ല, ഞാൻ അങ്ങനെ ചെയ്തു, അതാണ് ശരി, അതിനപ്പുറത്തോട്ട് ചോദ്യവും പറച്ചിലൊന്നുമില്ല, അത് ശരിയാണ്, ഞാൻ വേറൊരാളോട് ചോദിക്കത്തില്ല, അതാണ് എൻ്റെ ശരി, എൻ്റെ തീരുമാനം എൻ്റെ ശരി എന്നുള്ള വാശി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും തിരുത്തപ്പെടാൻ പറ്റത്തില്ല. മറ്റൊരാളോട് ചോദിക്കാൻ ഒരു മനസ്സാദ്യം ഉണ്ടാകണം. ഓക്കെ, അപ്പോഴാണ് പറയുന്നത്, ഓക്കെ, ഇത് തെറ്റുണ്ട്. ഇനി രണ്ടാമതൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് തെറ്റാണെന്ന് പറഞ്ഞപ്പം, ഒരു തേർഡ് പാർട്ടി എന്നുള്ളത് ഞാനിത് തെറ്റാണെന്ന് പറഞ്ഞപ്പം അദ്ദേഹം എടുത്ത തീരുമാനം അദ്ദേഹം തിരുത്താൻ ശ്രമിച്ചു. ഇനി ചില ആൾക്കാരുടെ ഒരു കുഴപ്പം അവിടെയുണ്ട്. ചില ആൾക്കാർ ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ മറ്റൊരാളോട് ചിലപ്പോൾ സംസാരിക്കുന്ന വെച്ചോ, ഇപ്പോൾ അവർ പറയാണ്, ഇപ്പോൾ നമുക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന എല്ലാം ഓക്കെ 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 എന്ന് പറയുന്ന ആൾക്കാരോട് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യം തെറ്റാണെന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ദേഷ്യം അവരോട്. ഈ മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തിനോട് താങ്കൾ ചെയ്ത് തെറ്റാന്ന് പറഞ്ഞപ്പം ഇയാൾ ആ തെറ്റ് തിരുത്തിയെന്നുള്ളതാണ്. ഇയാൾ ആ തെറ്റ് തിരുത്തിയത് എനിക്ക് മെസ്സേജ് അയച്ചു, മോഹൻ, അത് ഞാൻ വിഷയം വീട്ടിൽ സോൾവ് ആയി. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ എടുക്കുന്നത് ഡിസിഷൻ എല്ലാം ശരിയാണെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളത്ര വലിയ മേളിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഡയറക്റ്റ് ഇറങ്ങുന്ന ആൾക്കാരൊന്നുമല്ല. സാധാ മനുഷ്യനാണ്. എല്ലാ മനുഷ്യനുണ്ടാകുന്ന വികാരങ്ങളും വിചാരങ്ങളും തെറ്റുകളും നമുക്കുണ്ടാവും. പക്ഷെ ഒരു തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെ മറ്റൊരാൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ, ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കണം. തെറ്റ് തിരുത്താതെ ഞാൻ അത് തെറ്റാ ശരിയാ, പക്ഷെ ഞാൻ അത് തിരുത്താൻ താല്പര്യപ്പെടുന്നില്ല എന്ന് കരുതി വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു സമയം കഴിയുമ്പം നമ്മുടെ ലൈഫിൽ ഭയങ്കരമായ ആബ്സെൻസ് ഉണ്ടാവും. ഇന്ന് ആബ്സെൻസ് ആയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇത് നിങ്ങളൊരു അറിവിലേക്ക് എടുക്കണം. ലൈഫിൽ തെറ്റുകളൊക്കെ സംഭവിക്കാം. നിങ്ങളൊന്ന് അത് തെറ്റാണോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ വേറെ ആളോട് ചോദിച്ച് മനസ്സിലാക്കുക. ഇനി തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കണം.